Hi children, welcome back to my channel LKLS Maths class. In namala some applications of trigonometry എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫിഗർ ഷോസ് ഒബ്സർവേഷൻ ഓഫ് പോയിന്റ് സി ഫ്രം പോയിന്റ് എ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഫ്രം എ ഈസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അതിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുള്ള 60 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 75 ഡിഗ്രി. സോ ഇതിൽ ഏതോ ആണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. ഈ ഫിഗർ തന്നിട്ടുള്ളത് ഇതാണ് ഫിഗർ കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ 2 മീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ 2√3 കൊടുത്തിട്ടുണ്ട്, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, തീറ്റ. അപ്പോൾ എന്താ നമ്മളോട് പറയുന്നത്, ഫ്രം പോയിന്റ് ഓഫ് എ എന്നാണ്. സോ എയിൽ നിന്നാണ് സിയിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലേ. സോ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ്, തീറ്റ തന്നെയാണല്ലോ. അതറിയാലോ, അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ അല്ലേ. സോ ഇവിടെയും തീറ്റ തന്നെയാണ്. സോ നമുക്ക് എന്ത് വരും, ഇവിടെ ടാൻ തീറ്റ വെച്ചിട്ടായിരിക്കും എടുക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് ടാൻ തീറ്റ എടുത്തത്, നമുക്ക് എന്താ റിലേഷൻ വരിക, ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് ഉള്ളത് എത്രയാണ്, 2 മീറ്റർ ആണ്. ഇതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എത്രയാണ്, 2√3 ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ് വരുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ തിങ്ക് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, അത് ടാനെ അവിടെ വർക്ക് ചെയ്യുള്ളൂ അല്ലേ. സോ നമുക്ക് എന്ത് കൊടുക്കുക, ഇവിടെ ടാൻ തീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ എന്ത് എഴുതാൻ നോക്കിയാൽ, ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് എത്ര കിടക്കുന്നത്, ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് 2 ആണ്, അഡ്ജസ്റ്റൻറ്റ് എത്രയാണ്, 2√3 ആണ്. അപ്പോൾ നമ്മളത് ഇതൊന്ന് കട്ട് ചെയ്ത് കളയുക അല്ലേ, 1 ടൈം പോകും അല്ലേ. സോ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്, 1/√3 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഇനി നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷനാണ് കണ്ടെടുത്തേണ്ടത്, അവിടെ തീറ്റയാണ്. സോ ഇവിടെ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ കണ്ടെത്തണം, എത്ര ഡിഗ്രിയാണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ടാൻ തീറ്റ ഈക്വൽ ടു 1/√3 ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, ടാൻ തീറ്റ, അതായത് ടാൻ തീറ്റ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആംഗിൾസ് ആണ് അല്ലേ. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ആൻഡ് 90 ഡിഗ്രി ഉണ്ട്. സോ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, 1/√3. സോ ടാനില്ലാത്ത എന്താ അതെ ടാൻ കണ്ടോ, ടാനിൽ ഇവിടെ സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്. സോ ടാനിനകത്ത് 1/√3 വരുന്നത് ഏത് ഡിഗ്രിയിലാണെന്ന് നോക്കിക്കേ, 30-ലല്ലേ വരിക. കണ്ടോ, 1/30 ഡിഗ്രിയിലാണ് 1/√3 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നുള്ള ആ ആൻസർ എന്തായിരിക്കും നമുക്ക് കിട്ടുക, 30 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ടാൻ തീറ്റ ഈക്വൽ ടു ആംഗിൾ ഓഫ് എലിവേഷൻ അല്ല കേട്ടോ, ഡിപ്രഷൻ. സോ 1/√3 ഏത് ഡിഗ്രിയിലായിരുന്നു, 30 ഡിഗ്രിയിലായിരുന്നു. സോ നമ്മുടെ ആൻസർ എന്താണ്, 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രകാരം നമുക്കിവിടെ എന്താണ് ആൻസർ കിട്ടിയത്, 30 ഡിഗ്രി ആയിരുന്നു. റൈറ്റ്. അപ്പോൾ നല്ല എളുപ്പമുള്ള സമ്മല്ലേ. സോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്കി കുത്തരുത്, ഇതുപോലെ ചെയ്ത് നോക്കുക, പടം വെച്ചിട്ട് നല്ലപോലെ തിങ്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ് us move on to second one. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെഷർ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദ ടവർ 75√3 മീറ്റർ ഹൈ ഫ്രം എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 75 മീറ്റർ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി. സോ ഇതിലേതോ ആണ് നമ്മുടെ ആൻസർ അല്ലേ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഞാൻ ഇവിടെ ഓപ്ഷൻസ് ABCD എന്നൊന്നും ഇട്ടില്ല, ജസ്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇതായിരുന്നു കേട്ടോ ആൻസർ. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലേതോ നമ്മുടെ ആൻസർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പറഞ്ഞ പ്രകാരം നമ്മളൊരു പിക്ചർ, ശരിയായിട്ട് നല്ലൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഹൈറ്റ് എത്രയാണ്, ഇതിവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, 75√3 മീറ്റർ ഹൈറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അത് പ്രകാരം നമുക്കിവിടെ ഒരു പിക്ചർ ഇവിടെ വരയ്ക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ എന്താണ് ഹൈറ്റ് ഓഫ് എ ടവർ എന്ന് പറയുന്നത്. അത് എത്രയാണ്, 75√3 മീറ്റർ ആണ്. ഓക്കെ, 75 ആണ് കേട്ടോ. അതാ ഇനിയോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 75 മീറ്റർ ആണ് ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാമല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്കത് എന്തായിട്ട് എടുക്കാം, തീറ്റ ആയിട്ട് നമുക്കത് എടുക്കാം. ഓക്കെ, ഇതിനൊരു പേരും കൊടുക്കുക അല്ലേ. ഇവിടെ P കൊടുക്കാം, Q കൊടുക്കാം, R കൊടുക്കാം. കണ്ടോ, സോ PQ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ വേണ്ടത്, ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. നമ്മുടെ കയ്യിൽ ആരൊക്കെയുണ്ട്, ഓപ്പോസിറ്റ് സൈഡുണ്ട്, അഡ്ജസ്റ്റൻറ്റ് സൈഡുണ്ട്. തീറ്റയെ വെച്ചുകൊണ്ട് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡുമുണ്ട്, തീറ്റയുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡുമുണ്ട്. റൈറ്റ്. അപ്പോൾ നമ്മൾക്ക് ഏതായിരിക്കും വരുന്നത്, നേരത്തെ ചെയ്ത പോലെ തന്നെയല്ലേ ഇവിടെ ആൻസർ വരിക. എന്താണ്, ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് എന്ന് വരും അല്ലേ. ദെർഫോർ ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് വരും, 75√3 ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ആരാണ്, 75 ആണ്. ഇത് നോക്കിയേ, ഇത് രണ്ടും നമുക്ക് കട്ടായി പോയില്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക,
√3 ആണ്. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടാൻ തീറ്റ എന്ന് പറയുന്നത് √3 ആണ്. ബട്ട് ഈ √3 ഏതിലാണ് വരുന്നതെന്നുള്ളത് നോക്കുക. ടാനിൽ √3 കിട്ടുന്നത് ഏതാണെന്നുള്ളത് നോക്കുക. എവിടെയായിരിക്കും ഇത് അവിടെ നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ, അത് ടാൻ എ, അതിനകത്ത് √3 വന്നിട്ടുള്ളത് ഏത് ഡിഗ്രിയിലാണ്? 60 ഡിഗ്രിയിലല്ലേ. സോ നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ ഇവിടെ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി ഇത് അറിയില്ലാത്തതുണ്ടെങ്കിൽ ആർക്കും അറിയാണ്ടിരിക്കില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു ഇത് തന്നെയാണ് അല്ലേ. ഫസ്റ്റത്തെ മാത്രം പഠിച്ചാൽ മതി. ഇതൊന്നും നോക്കി വെക്കുക. എന്താണ് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45, 60, 90. അപ്പോൾ ഇവിടെ സൈനാണ്, സൈനിൽ കോസ് ടാൻ, ഇത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ മാത്രം നല്ലപോലെ ബൈഹാർട്ട് ചെയ്യുക. 0, 1/2, 1/√2. കണ്ടോ, 1/2 വന്നാൽ ഇവിടെ 1/√2 ആണ്. √2 കഴിഞ്ഞാൽ √3/2 then 1. ഇനി ഇത് തന്നെ റിവേഴ്സ് ഓർഡറിൽ ഇങ്ങോട്ടേക്ക് എഴുതുക. പിന്നെ വന്നിട്ടോ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കണ്ടോ, 0യും 1ഉം 0 തന്നെയാണ്, 1ഉം √3യും. സോ 1/√3. ഇത് 1, ഇവിടെ 1. സോ 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. √3/1 എന്ന് പറഞ്ഞാൽ √3 ഇതാണ്. ഇത് 1/0 എന്ന് വെച്ചാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഒരിക്കലും നമ്മളൊരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? നോട്ട് ഡിഫൈൻഡ്. സോ നിങ്ങൾ ഇത്രയും മാത്രം, ഇത് മാത്രം പഠിച്ചാൽ മതി. അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ഇവിടെ വരുമ്പോൾ രണ്ടിൻ്റെയും ന്യൂമറേറ്റർ ഇവിടെ വരുമ്പോൾ എന്തായി? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് മാറുക. കണ്ടോ, ഇതുമാണ് എടുത്തിട്ടുള്ളത്. സോ അത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ ലെങ്ത് ഓഫ് ഷാഡോ ഓഫ് വെർട്ടിക്കൽ പോൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഹൈറ്റ്, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺസ് ആൾട്ടിറ്റ്യൂഡ് ഈസ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് 45 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി. സോ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ, കേട്ടോ. ലെങ്ത് ഓഫ് ഷാഡോ ഓഫ് ദ വെർട്ടിക്കൽ പോൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഹൈറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. സോ ഷാഡോയും ഹൈറ്റും ഒരുപോലെയാണ്. സോ അത് വെച്ചുകൊണ്ട് വേണം നമ്മളിവിടെ എന്ത് ചെയ്യാനായിട്ട്? റഫ് ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ. സപ്പോസ് ഇതാണ് നമ്മുടെ എന്താണ് വെർട്ടിക്കൽ പോൾ എന്ന് ഉദ്ദേശിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ആരുണ്ട്? സണ്ണുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ ഷാഡോ സെയിം എന്നാണ് പറഞ്ഞത്. ഇത് എത്രയാണോ ഇതിൻ്റെ ഹൈറ്റ് അത് തന്നെയാണ് അതിൻ്റെ ഷാഡോ. സോ ഈ ഒരു വെർട്ടിക്കൽ പോളിൻ്റെ സെയിം എത്രയാണോ ഇതിൻ്റെ ഹൈറ്റ് അത് തന്നെയാണ് ഇതിൻ്റെ ഷാഡോ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നീട്ടി അങ്ങ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് കൊടുക്കാം? ഇതിനെ നമുക്ക് തീറ്റയാന്ന് എടുക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടുത്തെ മെഷർ തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല അല്ലേ. ഇത് ഈക്വലാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ ഷാഡോയും. ഇവിടെ സണ്ണുണ്ട്. സോ ഈ ഇതിൽ സണ്ണിൻ്റെ ആ ലൈറ്റ് വന്ന് ഇവിടെ വന്ന് പ്രകാശം അടിച്ചിനിപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഒരു ഷാഡോ കിട്ടി. ബട്ട് ബോത്ത് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? സെയിം ഹൈറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഇവിടെയും എന്ത് തന്നെ എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതെന്താ സംഭവം? പോളാണ്. ഓക്കെ, ഇതോ ഷാഡോയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഉണ്ട്. ഇവിടെയും നമുക്ക് എന്ത് തന്നെ എടുത്താൽ മതി? ടാൻ തന്നെയല്ലേ വരുള്ളൂ. കണ്ടോ, ഓപ്പോസിറ്റ് സൈഡും തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഉണ്ട്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കിയാൽ ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തിലാണ് തുടങ്ങിയത്? നമ്മളെല്ലാം അല്ലേ, ഒരു നമ്പറും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? എപ്പോഴും എക്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സപ്പോസ് ഇവിടെയും അതുപോലെ നമ്മൾ എക്സ് തന്നെയാണ് കൊടുത്തത്. അപ്പം നമുക്കിവിടെ എന്ത് കൊടുക്കാൻ നോക്കൂ? ടാൻ തീറ്റ ഈക്വൽ ടു, ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ്. ഇതിൻ്റെ അഡ്ജസൻ്റ് എന്ന് പറയുന്ന ഈ പോർഷനും എന്ത് തന്നെയാണ്? എക്സ് ആണ് അല്ലേ. സോ എക്സിൽ എത്ര ടൈംസ് പോവും? 1 ടൈം. നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണ്. ഈ 1 എന്തിലാണ് വരുന്നതെന്ന് ഓർമ്മയുണ്ടോ? 45 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ടാൻ 45 ഡിഗ്രിയിലാണ് എന്ത് വരിക? 1 വരിക. അപ്പോൾ നമ്മൾക്കിവിടെ എന്ത് കിട്ടിയത്? തീറ്റയുടെ ആൻസർ കിട്ടി. തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കാണണം എന്നുണ്ടെങ്കിൽ ഇതാ ടെക്സ്റ്റ് ബുക്കിലൂടെ കാണിച്ചു തന്നേക്കാം കേട്ടോ. കണ്ടോ, അതെ ടാൻ തീറ്റയിൽ 1 വന്നത് ഏതിലാണ്? 45. അപ്പോൾ കറക്റ്റ് അല്ലേ നമ്മുടെ ആൻസർ? കണ്ടോ, നമുക്ക് ആൻസർ കിട്ടിയെന്നാണ് 1 ആണ്. അത് ഏത് ഡിഗ്രിയിലാണ് വന്നിട്ടുള്ളത്? 45ലാണ്. സോ ഇവിടുത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 45 ഡിഗ്രിയാണ്. റൈറ്റ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ദ സൺസ് എലിവേഷൻ ഈസ് 30 ഡിഗ്രി, ദ ഷാഡോ ഓഫ് ദ ടവർ ഈസ് 30 മീറ്റർ ലോങ്. കണ്ടോ, എലിവേഷൻ സൺസിൻ്റെ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 30 ആയിരുന്നു. അപ്പോൾ എത്ര കിട്ടിയത്? ദ ടവറിൻ്റെ ഷാഡോ എന്തായിരുന്നു? 30 മീറ്റർ ലോങ് ആയിരുന്നു. ഇനി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദ സൺസ് എലിവേഷൻ ഈസ് 60 ഡിഗ്രി. ഇനി സൺസിൻ്റെ എലിവേഷൻ 60 ഡിഗ്രി ആണെങ്കിൽ ദ ലെങ്ത് ഓഫ് ദ ഷാഡോ എത്രയായിരിക്കും? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിന്നെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. A 35 ആണ്, B 20 മീറ്റർ, C 10 മീറ്റർ, ഇത്
ഡി 15 മീറ്റർ. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇതും കറക്കി കുത്തരുത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് തന്ന പ്രകാരം നമ്മളിവിടെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുക, ഗ്രാഫ് പിക്ചർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒന്ന് വരച്ച് നോക്കാം. അത് ആദ്യമേ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, ദ ഷാഡോ ഓഫ് ദി ടവർ. സോ സപ്പോസ് ഇതാണ് ടവർ എന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പം ഇവർ പറഞ്ഞ പ്രകാരം എന്താണ്, ഇതിൻ്റെ എലിവേഷൻ എത്രയാണ്, 30 ഡിഗ്രി എന്ന് പറഞ്ഞു. അതിൻ്റെ ഷാഡോയും എത്രയാണ്, 30 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയുണ്ടാവും, 30 മീറ്റർ ഉണ്ടാവും അല്ലേ. ഇനി നമ്മുടെ എലിവേഷൻ ഇവിടെ വരയ്ക്കണം. അപ്പോൾ ഇത് എന്നതാ വരച്ചത്, ഞാനിത് ടവറാണ് അല്ലേ, ടവറും ഇത് എന്നതാ, ഇത് ഷാഡോയുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് 30 ഡിഗ്രി തന്നിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് 30 ഡിഗ്രി ആയിട്ട് തന്നെ അത് എടുക്കുക. ഓക്കെ, പിന്നെ പറഞ്ഞത് എന്താണ്, ഇത് സൺസ് എലിവേഷൻ ഈ 60 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. സോ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മളിത് ഇങ്ങോട്ടായിരിക്കും വരിക. ഓക്കെ, ഇവിടെ ആയിരിക്കും എന്ത് വരിക, 60 ഡിഗ്രി എന്ന് വരിക. കറക്റ്റ് അല്ലേ. ഇനി നോക്കിയേ, നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം അല്ലേ. ഇവിടെ പി എന്ന് കൊടുക്കാം, ക്യൂ എന്ന് കൊടുക്കാം, ഇവിടെ ആർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള മെഷർമെൻ്റ് ആണ് എന്ത് തന്നിട്ടുള്ള 30 മീറ്റർ എന്ന് ഇവർ തന്നിട്ടുള്ളത് ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാ അറിയോ, ഇല്ല അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് കൊടുക്കാം, ഇത്രയുമുള്ള, അതായത് ഇവിടെ ഒരു പേര് കൊടുക്കാം അല്ലേ. എന്ത് പേര് കൊടുക്കണം നമുക്ക്, എന്താ പി, ഇവിടെ പി കൊടുത്തു, ക്യൂ കൊടുത്തു, ആർ കൊടുത്തു. സോ ഇവിടെ എസ് കൊടുക്കാം. ഓക്കെ, അപ്പം പിന്നെ നമുക്കിവിടെ ഹൈറ്റ് ഇല്ല അല്ലേ, ഹൈറ്റ് ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് ഇതാണ് തന്നിട്ടുള്ളത്. ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രിയും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള എന്താണ് മീറ്ററുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് എന്താണെങ്കിലും ഈ ആംഗിൾ ഓഫ് 30യുടെ ആദ്യം കണ്ടെത്തുക, എലിവേഷൻ 30 അല്ലേ, ആംഗിൾ 30യുടെ കണ്ടെത്തുക. അപ്പോൾ ഈ 30 നോക്കുമ്പോൾ നോക്കിയേ, നമുക്ക് ഇതാണ് കണ്ടെത്തേണ്ടത്. ഇതിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ വേണം, പിന്നെ നമുക്ക് എന്തും വേണം, ഇവിടുത്തെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ടോ, ഇല്ല. സോ ലെറ്റ് us take it as h ഉണ്ടോ. ഹൈറ്റിന് പകരം നമുക്ക് എന്തെടുക്കാം, h ആയിട്ട് എടുക്കാം. എന്നാൽ ഇവിടെ നിന്ന് ഇത്രയും വരെ ഉള്ളതുണ്ട് അല്ലേ, ഇവിടെ നിന്ന് ഇത്രയും വരെ ഉള്ളതുണ്ട്. എന്നാൽ ഈ എസ് ടു ക്യൂ എന്നുള്ളത് നമുക്ക് ഇല്ല, കണ്ടോ. അതായത് ഇവിടെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കണം അല്ലേ, ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ 60യുടെ എന്താ, ഇവിടെ ഞാൻ പേര് കൊടുത്തേക്കുന്നത് ക്യൂ എന്നാണ്, ഇവിടെ എസ് എന്നാണ്. സോ ഈ മെഷർമെൻറ്റ് നമുക്ക് അറിയില്ല, ഇവിടത്തെയും നമുക്ക് അറിയില്ല. അപ്പോൾ ഇത് ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഹൈറ്റ് എന്ന് എടുക്കാം, ഇവിടെ നമുക്ക് എന്തും കൊടുക്കാം, ഒരു എക്സ് എന്ന് എടുക്കാം. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും വരെയുള്ള എൻ്റെ അറിയാം അല്ലേ, അതായത് ഇവിടെ നിന്ന് ഇത്രയും വരെയുള്ളത്, അതാണ് ഞാൻ ഈ ലൈൻ വരച്ചേട്ടോ. അവിടെ അറിയാം നമുക്ക് എത്രയാണ്, 30 മീറ്റർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 30യുടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ 30യുടെ ഓപ്പോസിറ്റ് സൈഡുണ്ട്, അഡ്ജസ്റ്റൻറ്റ് സൈഡ് 30 തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്തായിട്ട് എടുത്തു, അത് എച്ച് ആയിട്ട് എടുക്കുക. അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്താണ്, 30 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഉണ്ട് അഡ്ജസ്റ്റൻറ്റും ഉണ്ട്. സോ ലെറ്റ് us take what, tan അല്ലേ, tan 30. ഓക്കെ, സോ tan 30 ഈക്വൽ ടു എന്തൊക്കെയായിരിക്കും വരിക, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ആരാ വരുന്നത്, എച്ച് ആണ് വരിക അല്ലേ. ഇനി അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഈ 30ൻ്റെ ഈ 30 ഡിഗ്രി കിടക്കുന്നതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് മീൻസ് ഇവിടെ നിന്ന് ഇത്രയും എൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് 30. സോ ഇവിടെ എന്ത് വരണം, 30 വരണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, tan 30യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് tan 30 നമുക്ക് എന്തെടുക്കാം, 1/√3 എടുക്കുക, ഈക്വൽ ടു h/30 എടുക്കുക. എന്ത് ചെയ്യുക, അതിനെ ഒന്ന് ക്രോസ് ചെയ്യുക അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, h × √3 വാട്ട്, h√3 ഈക്വൽ ടു 1 × 30 ഈക്വൽ ടു എന്ത് തന്നെയാണ്, അവിടെ 30 വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ എച്ച് മാത്രം കൊടുക്കാം. h is equal to 1 × 30 ആണ്. ഇവിടെ h × √3 എന്ന് പറയുമ്പോൾ ബൈ എന്ത് വരും, √3 വരും അല്ലേ. ഇനി √3 ഇവിടെ പാടില്ല അല്ലേ. സോ എന്ത് ചെയ്യണം, ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും √3, വിച്ച് മീൻസ് വാട്ട്, ഡിനോമിനേറ്ററേയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്നതെന്ന് നോക്കിയാൽ 30√3 അല്ലേ, ബൈ √3 × √3 വെറും 3 ആണ്. സോ ഇത് വെട്ടിക്കളഞ്ഞു അല്ലേ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, h is equal to 10√3 നമുക്ക് കിട്ടി. അതായത് ഇവിടുത്തെ ഈ ഹൈറ്റ് നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്, 10√3 കിട്ടി ആണല്ലോ. അപ്പോൾ അത് നമുക്കവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹൈറ്റാണ് കേട്ടോ ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഇതിവിടെ ഒരെണ്ണം കൂടി ചെയ്യാണ്ടല്ലോ, എലിവേഷനിലുള്ള എന്താണ് ഇത് അല്ലേ, 60 ഡിഗ്രിയുടെ എലിവേഷനിൽ വരുന്നത് കാണാം. സോ 60 ഡിഗ്രിയുടെ എലിവേഷൻ വരുമ്പോൾ എന്താ എടുക്കേണ്ടത്, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം എടുത്താൽ മതി അല്ലേ. 60 നിൽക്കുന്ന ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ഇപ്പം ഇവിടെ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, 10√3 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആരുണ്ട്, എക്സും ഉണ്ട്. ഓക്കെ, ഇത് 60 ഡിഗ്രിയാണ്. ഇതെന്താ ഞാൻ എഴുതിയത്, 10√3 ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമുക്കിനി അടുത്ത ചെയ്യേണ്ടത് അല്ലേ. എന്താ ഇവിടെ പടം ഒന്നുകൂടി വരയ്ക്കണോ, ഇതാ ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെ
അപ്പോൾ ഇത് സപ്പോസ് ഇത് 60 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 10√3 കിട്ടി. ഇവിടുത്തെ മെഷർമെൻറ്റ് അറിയാത്തതുകൊണ്ട് എക്സ് ആയിട്ട് നമ്മളവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി tan 60 ചെയ്യാം. ടാനിലാണെങ്കിലും നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, അഡ്ജസ്റ്റൻറ്റ് സൈഡ് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് വരുന്നത് അല്ലേ? tan 60 = എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10√3 ആണ്. 60യുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ആണ്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് എന്താണ്? tan 60യുടെ വാല്യൂ എത്രയാണ്? √3 ആണ്. അത് ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാണിക്കലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം എന്താണത്? ഇത് √3യും ഇവിടെ എന്ത് കിട്ടി? 10√3/x ചെയ്തു അല്ലേ? ഇതിനെ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? √3x = 10√3 എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇവിടെ മൾട്ടിപ്പിൾ ആണ് വന്നിട്ടുള്ളത് അല്ലേ? √3 × x എന്നാണ് വരിക. സോ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മാത്രം ഇവിടെ എടുക്കാം. √3 ഇപ്പറേ പോകുമ്പോൾ എന്തായി മാറിയത്? ഡിവിഷനായിട്ട് മാറി. കണ്ടോ? √3. പക്ഷേ √3 വരാൻ പാടില്ല അല്ലേ? സോ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? √3 കൊണ്ട് ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. 10√3/√3. അപ്പോൾ ഇവിടെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റൈറ്റ്? അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ എന്താ കിട്ടുക? നോക്കിയേ, ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ √3 × √3 എന്താണ്? വെറും 3 ആണ്. അതിവിടെ എഴുതാം കേട്ടോ, അതിൻ്റെ ബാക്കി. അപ്പോൾ എന്ത് കൊടുക്കണം? 10 ഈ 10 എഴുതി. √3 × √3 എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ 3 ആണ് അല്ലേ? ഇവിടെയും എന്താ? √3 × √3 വെറും 3 ആണ്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 30/3. ഇതും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 10. കണ്ടോ? അപ്പോൾ 10 മീറ്റർ ആയിരുന്നു നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. അത് ഇവിടെ എക്സ് ആയിട്ടാണ് എടുത്തത്. ഇവിടെ എത്ര കിട്ടി? 10 മീറ്റർ ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയേ, നമ്മുടെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള 35 മീറ്റർ, 20 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ. സോ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ ആണല്ലോ? So fifth question ആണ് കേട്ടോ, അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ടോപ്പ് ഓഫ് എ ടവർ ഫ്രം ദ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് 100 മീറ്റർ away from the foot of the tower is 30 degree, then the height of the tower is, ഇവിടെ ഹൈറ്റ് തന്നെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് 100 സെൻറ്റിമീറ്റർ ആണ്. away from the foot of the tower is 30 degree എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യുക? ഒരു റഫ് ഫിഗർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഹൈറ്റ് ഓഫ് എ ടവർ അല്ലേ? ഹൈറ്റ് ഓഫ് എ ടവർ ഇപ്പോൾ സപ്പോസ് ഇതാണ് ഹൈറ്റ് എന്ന് ചിന്തിക്കാം. ഓക്കെ, നമുക്ക് ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് h മീറ്റർ എന്ന് എടുക്കാം. പക്ഷേ നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുണ്ടല്ലേ? ഫ്രം ദ കണ്ടോ, ഫ്രം പോയിന്റ് ഓൺ എ ഗ്രൗണ്ട് 100 മീറ്റർ away from the foot of the tower is 30 degree എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് എത്ര മീറ്റർ ആണ് അകലെ? 100 മീറ്റർ ആണ് അകലെ. ഇനി ഇതിൻ്റെ എലിവേഷൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് നോക്കിയേ, 30 ഡിഗ്രി ആണല്ലോ. സോ ഇവിടെ നമുക്ക് എന്തെടുക്കാം? 30 ഡിഗ്രി എടുക്കാം. ഇവിടെയും നമുക്ക് എന്ത് തന്നെയാണ് നോക്കിയേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. സോ ഏതായിരിക്കും ട്രിഗ്നോമെട്രി വരുന്നത്? ടാൻ അല്ലേ? സോ tan 30 = ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? h ആണ്. അഡ്ജസ്റ്റൻറ്റ് സൈഡ് എത്രയാണ്? 100 ആണ്. സോ h/100 ആണ്. ഇനി tan 30 നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. tan 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√3 ആണ് അതിൻ്റെ വാല്യൂ അല്ലേ? tan 30യുടെ വാല്യൂ എന്താണ്? 1/√3 ആണ്, = h/100. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യുക? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? സോ h√3 = 1 × 100. സോ ഇവിടെ എന്തെടുക്കാം നമുക്ക്? h = 100/√3. കണ്ടോ? സോ h എന്താ നമുക്ക് കിട്ടിയത്? ഹൈറ്റ് 100/√3. നോക്കിയേ, നമ്മുടെ ഓപ്ഷൻസ് എഴുതി വെച്ചേക്കുന്നതിലല്ലേ 100/√3 മീറ്റർ. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ?